ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഒരു പുതിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി മുടി വെട്ടിയോ ഷോർട്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. മനഃപൂർവ്വം ഷോർട്ടാക്കിയതല്ല, കുറേ വാല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് വെട്ടിക്കളഞ്ഞൊന്ന് മെനാക്കിയതാണ്. ഞാൻ ഈ 3-4 മാസം കൂടുമ്പോൾ തുമ്പ് വെട്ടി നിർത്തുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഒട്ടും ഒരു കൊല്ലത്തോളം വെട്ടാറില്ല. ഏട്ടനും അച്ഛനൊക്കെ മുടി ഒരുപാടുള്ളതാണ് ഇഷ്ടം. അങ്ങനെ ഇപ്പോൾ മുടി കൊഴിച്ചിട്ട് കുറച്ച് കൂടുതലായ പിന്നെ വെട്ടാണ്ടായപ്പോൾ ജാതി വൃത്തികേടായി. അപ്പോൾ ആ വാലങ്ങോട്ട് വെട്ടി ഒന്ന് മെനക്കി വെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ അവസാനം ഈ ഒരു കൊല്ലത്തിലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കർട്ടൻ ബാഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കർട്ടൻ ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പറഞ്ഞതാണ്, ചേച്ചി അത് വെട്ടിട്ടോ കുറച്ചുകൂടി മഞ്ഞിണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതും വെട്ടിയിട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് അല്ലൂസിനെയും മൈനൂസിനെയും കാശിക്കൂട്ടനെ ഉറക്കാൻ കെടുത്തിട്ട്. അപ്പോൾ അവരെ കൂടെ ഞങ്ങളും കെടുക്കും. പിന്നെ കുറച്ച് എഡിറ്റിംഗ് വീഡിയോസൊക്കെ വർക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ കൂടെ ചെയ്തു പോകും. ഇപ്പോൾ അതേ 2 ദിവസത്തെ ഡ്രസ്സുകളുണ്ട് മടക്കി വയ്ക്കാനായിട്ട്. വേറെ ഒന്നല്ല, ഞാൻ 2 ദിവസം വീട്ടിൽ പോയിരിക്കായിരുന്നു. അന്നത്തെ ദിവസത്തെ ഡ്രസ്സുകൾ കുറച്ച് മടക്കാനുണ്ട്. വേറെ സ്റ്റെപ്പുമ്പോൾ കുറച്ച് ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട്, അത് കൊണ്ടുവയ്ക്കാനുണ്ട്. എന്നാലും നമുക്ക് അല്ലുക്കുട്ടനെ വിളിച്ച് എനിക്ക് താഴെ പോവാം. അല്ലുട്ടാ, നമുക്ക് താഴെ പോവാ. നമുക്ക് പോവാ. നമുക്ക് നമ്മുടെ കന്ന എൻ്റെ ഒക്കെ മാറിയില്ല. നമ്മ താഴത്ത് പോയിട്ട് പാലെടുത്തരാൻ പറഞ്ഞു. പാല് വേണ്ട, നമ്മുടെ കണ്ണെന്നെ വെക്കണില്ലേ? പാല് കുടിക്കാം നമുക്ക്. ചേട്ടന് പാല് വേണ്ടേ? ചേട്ടൻ വായോ, അമ്മലത്ത് വായോ, എനിക്ക് അമ്മയുടെ കണ്ണൻ വായോ, തുഞ്ചിരി വാടി, അമ്മയുടെ പൊന്നു വാ, ചേട്ടൻ വാ. അച്ഛ പുറത്ത് പോയിരിക്കണ്, വരുണ്ടാ. പൊന്നു വാ, മെടുക്കാടി മറ്റേ കണ്ണനെ. ചേട്ടൻ ഒറ്റയ്ക്ക് ഇറങ്ങോ? അമ്മ പിക്കണ്ടേ കുറുമ്പി പൊന്നു നമ്മയുടെ തിങ്കൾ കലമാൻ എന്നെ തിങ്കൾ കലമാൻ മാനേ മാനേ. അല്ലൂസി പ്ലേപ്പിന് മിക്ക ദിവസവും ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊക്കെ എടുക്കുക. അമ്മയുടെ അടുത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഞാൻ തന്നെ വേണം. അതുകൊണ്ട് എൻ്റെ അടുത്തൊക്കെ എടുത്ത് അയനക്കുട്ടനെ അമ്മയുടെ അടുത്തൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു എന്താ പറയുക ആലസ്യം വിട്ട് മാറാത്ത ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇവർക്ക് പാലെടുത്ത് കൊടുക്കണം. കാശിക്കുട്ടൻ ഉറങ്ങുകയാണ്, അയനക്കുട്ടനും ഉറങ്ങി എണീറ്റിട്ടില്ല. കാശിക്കുട്ടൻ ഉറങ്ങണം കാണിച്ചു തരാം കേട്ടോ. കാശിക്കുട്ടൻ ഇവരെക്കാളും കുറച്ചുകൂടി നേരത്തെ ഉറങ്ങും. ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും എണീക്കും. പാറ് വരുന്നേക്കാളും മുന്നായിട്ട് എണീക്കും. ഇത് അയനക്കുട്ടനും എണീറ്റ് വന്നിട്ടുണ്ട്. അയനക്കുട്ടനെ ഇപ്പോഴും ഉറക്കക്ഷീണം. പാല് വേണോ? കാശിക്കൊക്കെ പാലെടുക്കുക. നിങ്ങൾക്ക് പാല് വേണോ? ഇവരിപ്പോഴും പാല് കൊതിയന്മാരാട്ടോ. ഓരോ പ്രാവശ്യം പാല് കൊടുക്കുന്നേക്കാളും മുന്നായിട്ട് നമ്മൾ എന്തായാലും ബോട്ടിൽ കഴുകും. ഈ 3 വർഷമായിട്ടും ബോട്ടിൽ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ ബേബി ലിക്വിഡ് ക്ലെൻസർ ആണ്. ബോട്ടിൽസ് കഴുകാൻ മാത്രമല്ല കേട്ടോ, ടോയ് കഴുകാനും ഇവരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴുകാൻ നമുക്ക് യൂസ് ചെയ്യും. 99.9% ജെംസിന് ഇത് കില്ല് ചെയ്യുന്നുണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഫോർമുല ആയതുകൊണ്ട് തന്നെ ഹാർഷസോ കെമിക്കൽസോ ഒന്നും ഉണ്ടാവില്ല. ഫുഡ് ഗ്രേഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. നോൺ ടോക്സിക് ആയതുകൊണ്ട് തന്നെ ബേബീസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ജെന്റിൽ ആയിരിക്കും. യാതൊരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളറോ ഫോസ്ഫേറ്റോ പാരാബൻസോ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ബോട്ടിലും ഇത്തിരീശ ക്ലെൻസർ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുലുക്കിയിട്ട് പിന്നെ നമ്മുടെ ബോട്ടിൽസ് കഴിക്കേണ്ട ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും കേട്ടോ. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ക്ലെൻസർ എടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ബോട്ടിൽസ് ഇടുക. എന്നിട്ട് അത് മാത്രമല്ല ബാക്കിയുള്ള ടോയ്സോ ഇവരെ ടൂത്ത് ബ്രഷോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ വാഷ് ചെയ്തെടുക്കാം. നോർമലുള്ള സോപ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ഇത്രയും ക്ലീൻ ആവില്ല കേട്ടോ. ആ ബോട്ടിൽ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എല്ലാ ജേംസും പോയിട്ടുണ്ടാവും, നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. ഇതെന്റെ എന്താ പറയുക പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എനിക്ക് ഒരു ദിവസം പോലും ഈ ഒരു ക്ലെൻസർ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ ബോട്ടിൽ കഴുകാനായിട്ട് ഒരു സുഖക്കുറവാണോ എന്താ പറയുക, ക്ലീൻ ആയിട്ടില്ല, വൃത്തിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരും എനിക്ക്. അപ്പം എന്തായാലും ഈ ഒരു ക്ലെൻസറിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഗൈസ്. 3 പേരും ഉറക്കം എണീറ്റപ്പം തന്നെ ഇതേപോലെ പാലൊക്കെ കൊടുക്കും കേട്ടോ. ഉറക്കത്തിന് എണീറ്റ് ഇതേപോലെ പാലോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉഷാറൊക്കെയായി പിന്നെ വണ്ടിയുമ്പോൾ കളിക്കാനിരിക്കും, അല്ലെങ്കിൽ പുറത്ത് കളിക്കാൻ. ഇപ്പം ഞങ്ങൾ അധികം പുറത്തേക്ക് വിടാറില്ല. വേറെ ഒന്നല്ല, നിറച്ച് കൊതുകാണ്. പിള്ളേരിങ്ങനെ എന്താ പറയുക ഫുള്ള് ചോപ്പായിട്ട് ഓരോ അടയാളാക്കി വെക്കും. പിന്നെ പിന്നാലെ പോരും കൊതുകൾ വീടിൻ്റെ ഉള്ളിലേക്ക്. ഇവർ തലയിലും കാലുമ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റി പറഞ്ഞ് നടക്കുന്നുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ആറൂസ് ഡാൻസിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. മൂപ്പരപ്പോൾ ഡാൻസിൻ്റെ കുറച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിന് പോണേക്കാളും മുന്നേ 5 പ്രാക്ടീസൊക്കെ ചെയ്തിപ്പിക്കുകയാണ്.
പാട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം അവർക്ക് സ്റ്റെപ്പുകളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പാട്ടിനൊപ്പം കളിപ്പിക്കുക കേട്ടോ. അവളുടെ മൂഡനുസരിച്ച് ഞങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കുനിഷ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുട്ടി ഇവിടെ വെച്ച് നിർത്തും. അതേപോലെ ചെറിയൊരു പടക്കം ഉണ്ടായിരുന്നു, ഇല്ല ഞാൻ ഇനി കളിക്കില്ല, ഞാൻ ഇനി ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് കളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ് അമ്മ ഹെൽപ്പ് ചെയ്യാം വെയിറ്റ് കിട്ടിയ ഉണ്ടല്ല. അയ്യോ പോയത്, മൈ ഗോഡ്, ചോക്കേടി പോയത്, പോറ്റിടി മോളെ, ചോക്കേടി. കുറച്ചേരം കഴിഞ്ഞിട്ടേ നോക്കിയേ മുട്ടപ്പത്തിരി കഴിക്കുന്നുണ്ട് രണ്ടുപേരും. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മ വരും കേട്ടാ. ഇത് നമ്മുടെ പൂന്തോട്ടത്തിലത്തെ പുതിയ അതിഥിയായിട്ട് ഡാലിയ. എത്ര നാളായില്ലേ ഞാൻ ഇപ്പോൾ ഒറ്റ വീട്ടിൽ ഞാൻ കാണാറില്ല കേട്ടോ ഡാലിയ. അമ്മയുടെ കൃഷികളിൽ ഒന്നാണ് പൂവിട്ടത്. പാറൂട്ടൻ്റെ അച്ചാച്ചന് കൊണ്ടാകാൻ പോവാട്ടോ. കൊടുങ്ങല്ലൂരാണ് മൂപ്പർക്ക് വൈകിട്ട് ക്ലാസ് ഉള്ളത്. സ്പെഷ്യൽ ക്ലാസ് ആണ് ഡാൻസിൻ്റെ, അതായത് ഫോക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് യൂത്ത് ഫെസ്റ്റിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് വേണം. ശനി ഞായറും പോരാ. ആ കണ്ടത് നമ്മുടെ വീട്ടിൽ എപ്പോഴെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസം കേട്ടോ. അല്ലും ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയില്ല എൻ്റെ തലേന്ന് എപ്പോഴാണാവോ മറ്റേ പുക പോണേന്ന്. അമ്മാതിരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവരുടെ തല്ലൂട്ടം. ഇവർക്ക് വാശി പിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമായിട്ടാ. വെറുതെ കുഞ്ഞു കാര്യങ്ങൾക്ക് വെറുതെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉള്ള ഒരു പേഷ്യൻസ് ഇവിടെ നഷ്ടപ്പെടുത്തും. അതെന്തേലും ആവട്ടെ, ചായ വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു, അതൊന്ന് 2 ഇറക്ക് കുടിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ വരെ നമ്മൾ നിഖിൽ ചേട്ടൻ വീട്ടിലില്ലാത്ത ദിവസങ്ങളാണ്. കാരണം ഇവന്മാർ പെട്ടെന്ന് അടങ്ങൂല. അച്ഛനായാലും അമ്മയായാലും അഞ്ചു ആയാലും സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു എന്താ പറയുക, ഇവരിങ്ങനെ കുറേ നേരം കരഞ്ഞിട്ട് അത് സമാധാനിക്കുള്ളൂ. കാരണം വേറെ വല്ല പിള്ളേരാണെങ്കിലും കാശുകൂട്ടനൊക്കെ ആണെങ്കിൽ അവൻ പെട്ടെന്ന് ഓക്കെ ആയിരിക്കും, മനസ്സ് മാറ്റാൻ പറ്റും. അല്ലു ആണെങ്കിൽ അവനെ വാശി പിടിച്ച അവൻ എന്താ എനിക്ക് പറയില്ല, പല കുട്ടികളും പലതരമായിരിക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒന്നും എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റാണ്ട് ഞാൻ ലോക്കായി പോണ അവസ്ഥയുണ്ടാവും. അപ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ. കൈ നീക്കി പിടിക്കുക, അങ്ങോട്ട് അങ്ങോട്ട് പിടിക്ക, കൈ ഇങ്ങോട്ട് പിടിക്കണ കൈ. തൊടല്ലേ കഴുക, കഴുകിട്ട് ഇറങ്ങിയ വേഗം കഴുക. അല്ല വേഗം കഴുകിട്ട് ഇറങ്ങണം. അല്ല അമ്മ നോക്കിയൊന്നേ, മതി. അല്ലൂസേ അമ്മക്കിന് ദേഷ്യം വരും. അമ്മ പട്ടിയിരിക്കും അടിക്കാണ് പഠിച്ചിട്ട്. മതി, മോത്ത് തേക്കാൻ പറ്റില്ലടാ. മോത്ത് തേക്കാൻ ഹാൻഡ് വാഷിൽ മോത്ത് തേക്കാൻ പറ്റില്ല. ഗൈസ്, ഒന്നും പറയാനില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര ഹൊറിബിളാണ്. നമ്മുടെ പിള്ളേർ സങ്കടം വന്ന് പോവും. അതേപോലെ
പ്രായം എന്ന് പറഞ്ഞ സംഭവം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് ഇവർ തല്ല് കൂടുമ്പോഴാട്ടാ. ചില ദിവസങ്ങളിൽ ഞാൻ പരമാവധി ക്ഷമിക്കും, അതായത് മാക്സിമം. അവിടെ 5 പറയും നിന്നെപ്പോലെ ആരും ക്ഷമിക്കില്ല ഗീത്തു, നിനക്ക് ഭയങ്കര ക്ഷമയാണ്, ഭയങ്കര പേഷ്യൻസ് ആണെന്ന് പറയും. ശരിയാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. കാരണം എനിക്ക് എന്താ പറയുക, പറയുന്നതൊന്നും അനുസരിക്കില്ല. ഒരാളല്ലല്ലോ നമുക്ക് എപ്പോഴും നോക്കി 3 പേരെയും കൺട്രോൾ ചെയ്യണം. പ്രത്യേകിച്ച് അല്ലുവിൻ്റെ വാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരേപോലെ ദഹിക്കണം എന്നില്ല. നല്ല അനുസരണമുള്ള പിള്ളേരുണ്ടാവും, വാശി പെട്ടെന്ന് അടങ്ങണ പിള്ളേരൊക്കെ ഉണ്ടായിരിക്കും. ഞാനീ പറയട്ടെ, ചില ദിവസങ്ങളാണ്, പ്രത്യേകിച്ച് നീച്ചാണ് ഇല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവൻ പെട്ടെന്ന് ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക ഇതല്ല, എന്നാലും നമ്മുടെ അമ്മമാർക്ക് അറിയാം. നമുക്ക് ആ ഒരു ഇതിൽ കൂടെ കടന്നു പോണ അമ്മമാർക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 5 ഡബ്ബ ചെയ്യാൻ പോയപ്പോഴും മുകളിൽ അയിനുനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് പിന്നെ ഓക്കെയാണ്. പക്ഷേ ചേട്ടനും അനിയനും കൂടി ഭയങ്കര തല്ലുപിടുത്താണ്. എന്താ പറയുക, ഭയങ്കര വലിയ പിള്ളേരെ പോലെയൊക്കെ ഇപ്പം തല്ല് പിടിക്കാം. അത് ചിലപ്പോൾ നിസ്സാരമായ സംഭവമായിരിക്കും, പക്ഷെ ഈ കുഞ്ഞു പിള്ളേരാണല്ലോ, അത് അവർക്കറിയില്ല അത് നിർത്താനായിട്ട്. നമ്മൾ നിർത്താൻ ശ്രമിച്ചാലും പെട്ടെന്ന് നിൽക്കില്ലേ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നൊരു ഇത് അതപ്പോൾ തന്നെ മാറിയിട്ടാ. ഓക്കെ, ഇപ്പോൾ ചെറിയ ഒരു പഴം കൊടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പഴം കൊണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലുണ്ടായ മറ്റേ കണ്ണൻ പഴം. അത് പഴുത്തുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക്, പക്ഷെ അത് വേണമെന്ന് പറഞ്ഞിട്ട് അതേ 2 എണ്ണം കൈ പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടാൽ തോന്നും തിന്ന് മലമറിക്കുന്ന എവിടെ, വെറുതെ നമ്മളെ പറ്റിക്കുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ ഒരു മാങ്ങ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെത്തിയിട്ട് അതേ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. കാശിക്കും അല്ലൂനും അമ്മയുടെ അടുത്തുണ്ടായിരുന്നു, അവിടെ ചെന്ന് കൊടുത്തു. പൈനൂസിനെ ആണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് നിന്ന് നീക്കി നിർത്തിയതാണ്. ഞാൻ സ്ലാബമ്മ കൊണ്ടിരുത്തി. ഞാൻ വേറെ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് എന്താ പറയുക ഗ്യാപ്പ് ഇട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം എപ്പോഴാണ് അടി പൊട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് കൊണ്ട് ഇരുത്തി. അപ്പോൾ ഞാൻ കുറച്ച് ഉമ്പൊക്കെ കൊടുത്തു, ഉമ്പമാണെന്ന് പറഞ്ഞിട്ട് ഒരു പഴം കൂടി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. ഒരു 1.5 പഴം കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് കുഞ്ഞി പഴമായിരുന്നു. എന്താ പറഞ്ഞാൽ ഉച്ചയ്ക്കൊന്നും മര്യാദയ്ക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ ദേഷ്യം വരുന്ന എപ്പോഴാണെന്നറിയോ, രാവിലെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കില്ല, ഉച്ചയ്ക്കും മര്യാദയ്ക്ക് ഫുഡ് കഴിക്കില്ല, പിന്നെ ഇവരെ വാശിയും വേഷം കിട്ടും. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റില്ല. അതായത് ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ അതിനൊരു രസമുണ്ട്, ശരി തല്ല് കൂടിക്കോട്ടെ പ്രായം. ഇത് ഭക്ഷണവും കഴിക്കില്ല, 1.5 വാശിയാണ്. അങ്ങനത്തെ ദിവസങ്ങളിലാണ് കുറച്ചുകൂടി കൂടുതൽ എനിക്ക് എന്താ പറയുക മെൻ്റലി എനിക്കിപ്പോൾ ഞാനൊരു നാഗവല്യാണ് കേട്ടോ. പക്ഷെ ഞാൻ ഓക്കെ, നമ്മുടെ പിള്ളേരല്ലേ, അത് കഴിഞ്ഞ് ചീത്ത പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വിഷമമാണ് പിള്ളേരെ മുഖത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഏകദേശം വൈൻഡപ്പ് ആയിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഹാളിലൊക്കെ ആയിട്ട് ചിക്കി പരതിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ 5 എടുത്തു വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടൊന്ന് അടിച്ചു വാരാനേ ഈ വീട്ടിൽ സമയമുള്ളൂ. ഓരോ സാധനം പരത്തിയിട്ടിട്ടും പിന്നെ തിന്നുന്നത് കൊണ്ടിട്ടിട്ടും പിന്നെ ഇവന്മാർ പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ പോക്കറ്റിലും കയ്യിലൊക്കെ മണ്ണുണ്ടായിരിക്കും. അത് ഇവിടെ കൊണ്ടുവന്ന് വരും, കല്ലുണ്ടായിരിക്കും, നമ്മൾ കാണില്ലെന്നേ. അങ്ങനെയുള്ള പിന്നെ ഓരോ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടിച്ചു തുപ്പിയിടും. അങ്ങനെയൊക്കെയാണ്, ഒന്നും പറയണ്ട ഗൈസ്. നല്ല രസമാണ് കേട്ടോ. ആരെങ്കിലും ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ പോയി. പക്ഷെ രസമാണ്. ഈ പറഞ്ഞ പോലെ ഈ പ്രായം കഴിഞ്ഞ് അത് കഴിഞ്ഞു. 50 വിളക്കായിട്ടാണ് കേട്ടോ. അല്ലൂസും അയിനും കാശുക്കുട്ടനും ഒപ്പം വിളക്കുമ്പോൾ പിടിക്കണം. അമ്മയോ അല്ലെങ്കിൽ പാറോ 5 ഒക്കെ കാണിക്കുമ്പം ഞാനായാലും കാണിക്കുമ്പോൾ ഞങ്ങൾ ഒപ്പം പിടിച്ച് അവിടെ കൊണ്ട് വെക്കണം. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന് വായിച്ചു പിടിക്കും, അത് വേറെ കാര്യം. ഒരാൾ ചെയ്യുന്നുണ്ട് മറ്റാൾക്ക് ചെയ്യണേ. എടാ ബീച്ചിൽ പോയി കടിക്കാനല്ല പറയണത്. ഇനി ആ കണ്ണട വേണ്ട നിനക്ക്. ഇറങ്ങണ്ട ഇറങ്ങിയ ആൾക്കാരെ കാലിയെ തല്ലി പൊട്ടിക്കും. വേണ്ട കേറി അതിനെ കേറ് പ്ലീസ്. വിളക്ക് കാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ മെയിൻ ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊതിക്കെടുത്താട്ടാ. ചന്ദനത്തിൽ എടുത്തിട്ട് അതിൻ്റെ മറ്റേ കനൽ താഴെ കുത്തി കളിക്കുക. പിന്നെ നാളൊരു ദിവസം കൈ പൊള്ളി ഇങ്ങനെ അതുമ്മ തൊട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടയ്ക്ക് കൈ പൊള്ളിയാൽ പിന്നെ എന്താ പറയുക അത് ചെയ്യില്ല, കുറച്ച് അതേപോലെ അനുഭവം വരണം. പക്ഷെ നമ്മൾക്കത് പൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഇരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും 5 ഉണ്ട് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ കുറച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റാനുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വെക്കുന്നതാണ്. ചിലപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും, അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റില്ല.
ഉച്ചയ്ക്ക് തന്നെ ബാക്കി ഉണ്ടെങ്കിൽ 2 പാത്രത്തിലാക്കി ആയിട്ടാണ് നമ്മൾ ഊറ്റി വെക്കുക. ഒരെണ്ണം ഉച്ചയ്ക്ക് എടുക്കാനോ ഒരെണ്ണം വൈകിട്ട് എടുക്കാനോ. അപ്പോൾ ഉച്ചയ്ക്ക് എടുത്തതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും തിളപ്പിച്ച് ഊറ്റാം. അപ്പോൾ കുറച്ച് എന്താ പറയുക സ്ലാബൊക്കെ ഒന്ന് തുടച്ച് മിനുക്കിയിടാം നമുക്ക്. എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 2 പേരുള്ളതുകൊണ്ട് കാലത്തും വൈകിട്ടും സെപ്പറേറ്റ് ഇച്ചിരി അരി ഇട്ടിട്ട് വെക്കുകയാണ് ചെയ്യുക. ഇവിടെ ഞങ്ങൾക്ക് ഇത് ശരിക്കും പറയാൻ എളുപ്പപ്പണിയാണ്, സുഖമാണ്. വേഗം അരി ചോറായി കിട്ടുകയും ചെയ്യും, വൈകുന്നേരം വെക്കേണ്ട. പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം വെച്ചത് ചൂട്ടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ദിവസങ്ങളിൽ അരി തികയാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ചോറ് തികയാണ്ടാകുമ്പോൾ രണ്ടാമത് വെക്കും, അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ കാലത്ത് തന്നെ ഒറ്റയടിക്ക് വെക്കും, കുറച്ചെടുത്തിട്ട് സെപ്പറേറ്റ് മാറ്റി വെക്കും. കാരണം അത് കുത്തിയിളക്കിയിട്ട് അത് കേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരേ പാത്രത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ എടുക്കുമ്പോൾ കേടാണ്ടെന്ന് വെച്ചിട്ട് 2 പാത്രത്തിലാക്കി ഊറ്റി വയ്ക്കും. അപ്പം അങ്ങനെ ചോറ് തിളച്ച് കൊണ്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് ഞാൻ വാർന്ന് വെക്കട്ടെ. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ലേ, അവിടെ ചെന്നിരിക്കുക, അമ്മമാരെ കൂടെ ചെന്നിരിക്കുക, അമ്മമാരെ തല്ലൂട്ടത്തിലും അവരെ കുസൃതിയിലും പങ്കുചേരാൻ അത്ര തന്നെ. 3 പേരെയും മുറ്റത്ത് കളിക്കാൻ വിട്ടായിരുന്നു നേരത്തെ. അങ്ങനെ നേരെ എടുത്ത് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് കുട്ടികളെ. പാറക്കുട്ടനാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അന്ന് എടുത്തതൊക്കെ അതേ പ്രാക്ടീസ് ചെയ്യിച്ച് നോക്കുകയാണ്, അല്ലെങ്കിൽ മറക്കും. പിന്നെ ഓരോ ക്ലാസ്സിലെടുത്തത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അഞ്ജുവിന് അയച്ചു കൊടുക്കും. അപ്പം അഞ്ജു അത് വീട്ടിൽ വന്നിട്ട് കറക്റ്റാണോ എന്ന് അറിയണ്ടേ. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കും കേട്ടോ. അപ്പം ഇത് എത്രാമത്തെ അടിച്ചു വാരില്ലാന്ന് എനിക്ക് തന്നെ അറിയില്ല, അടിച്ചു വാരിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ചെക്കന്മാരവിടെ നമ്മുടെ ഇതിൽ ഇലുമിനാട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് കേട്ടിട്ട് കളിക്കുകയാണ്. ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട്, രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇലുമിനാട്ടി പാട്ട് വെക്കണം, ബേബി പാട്ട് വെക്കണം. ഇത് കേട്ട് ഞങ്ങളുടെ കാതുകൾ തൈമ്പിച്ചു ഗൈസ്. പക്ഷെ അവരെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. അങ്ങനെ അത് ഏകദേശം മടുപ്പായിട്ടുണ്ട്. അപ്പോൾ പാറൂസ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം മൂത്തേരി പോയി വന്നപ്പോൾ അഞ്ജുൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ ഒരു വള കണ്ടില്ല, ഇങ്ങനെ ചുറ്റു വള പോലത്തെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിറ്റേ ദിവസത്തേക്ക് അത് 3 കഷ്ണങ്ങളാക്കി ഇവന്മാരെന്നെ ഭാഗിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആണെങ്കിൽ ഇവിടെ പ്രൈമും ഹോട്ട്സ്റ്റാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇവിടുത്തെ പടം മേക്കർ. പടം വയ്ക്കും, ഞങ്ങളെല്ലാവരും ഇരുന്ന് കാണും. ഇവന്മാരെ സമ്മതിച്ച് ഞങ്ങളെല്ലാവരും ഇരുന്ന് കാണും. അങ്ങനെ കൂടി നമ്മളതിൽ കൂട്ടിച്ചേർക്കണം. അപ്പം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ പ്രധാനമായിട്ട് പോയത് മുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ മുട്ട വാങ്ങിക്കാനാണ്. കുറച്ച് റവയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നാളെ റവ പുട്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ മുട്ട ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെടുക്കും, ഞങ്ങളെടുക്കും. പിന്നെ ഏട്ടൻ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ പുഴുങ്ങാനെടുക്കും, അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ പാറൂസിന് ഇത് ഈ പഠിക്കുന്നത് കവിതയാണ്. യൂത്ത് ഹോസ്റ്റലിന് കവിത ഉണ്ട്, കുട്ടി പങ്കെടുത്തിട്ടുണ്ട്. കവിതയ്ക്ക് കുഞ്ഞോളേച്ചി കവിത അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. എന്തെന്നില്ലാത്തൊരു ത്വരയാണ് പാട്ട് പഠിക്കാനായിട്ട്. കാരണം കുറേ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. ഇങ്ങനെ വീണ്ടും ഞങ്ങൾ വിചാരിക്കും ഇവിടെ എന്തൊട്ട് കാതിൽ ഫോൺ വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഈ പാട്ടൊക്കെയും പ്രിറ്റി ലിറ്റിൽ ബേബി ആ പാട്ടൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് പഠിക്കും. എനിക്കതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് പോലും എനിക്ക് പറയാനറിയില്ല. പക്ഷെ അതൊരോരുത്തരെ ക്രേസാണ്, ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഡാൻസിനെ പോലെ പാട്ടും അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് അടുത്ത യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. അഞ്ജു ആണെങ്കിൽ പാറുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിനും ഞാനും അമ്മയും ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഫയമ്മ ഇങ്ങനെ കയറി ഇരിക്കണം, സോഫയമ്മൊക്കെ എടുക്കണം, സോഫയമ്മ നിൽക്കണം. ഇതാണ് പുതിയത്. ഏതെങ്കിലും ഒരു എസ്പിയുടെ പേര് പറയാൻ ഞങ്ങളൊക്കെ പേടിച്ചു പോകും. ആ ഗണത്തിൽപ്പെട്ട ആളല്ല മനസ്സിലായോ? മോളുടെ പ്രശ്നം ഈ പിന്നെ എന്തിനാണ് മോള് കരയുന്നത്? ഞാൻ അവസാനം ഒരു വടി എടുത്തിരിക്കുകയാണ് കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ട് അച്ഛനെ വിളിച്ചു. അച്ഛനേക്ക് നല്ല അടി കിട്ടും ഇതേപോലെ എവിടെയെങ്കിലൊക്കെ കയറി നിന്നാൽ, ആരുടെയെങ്കിലൊക്കെ മേത്ത് കയറി പറഞ്ഞാലൊക്കെ. അപ്പം അച്ഛനേക്ക് നല്ല അടി കിട്ടിയിട്ട് കാശുകൂട്ടൻ എൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണ്. അപ്പം ഞാനും കാശുകൂട്ടനും കിടക്കാൻ വേണ്ടിയിട്ട് കുശുമായിട്ട് അതിനെക്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവന് കാശിനെ ഓടിപ്പിക്കണം. അപ്പുറത്താണെങ്കിൽ അല്ലൂസ് നല്ല മേളത്തിലാണ് അച്ഛനേക്ക് അടി കിട്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് പാറുകൂട്ടൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവൾക്ക് ഇതേ ഫുഡ് കൊടുക്കാൻ ഇരിക്കുകയാണ് അഞ്ചു. ഇനിയിപ്പോൾ കാശുകൂട്ടൻ്റെ വക കുറച്ച് ചെണ്ടമേള താളങ്ങളാവാം. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കോലോ സ്പൂണോ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെണ്ട കൊട്ടം പോലെ കറക്റ്റായിട്ട് അവൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഒരു ക്രേസ് ഉണ്ട് ചെറുപ്പം തൊട്ടേ ആ ഒരു എന്താ പറയുക ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ പറയും വലുതാകുമ്പോൾ ഇവനെ ചെണ്ട പഠിപ്പിക്കാൻ വിടണം, അല്ലെങ്കിൽ ഡ്രമ്മ് പഠിപ്പിക്കാൻ വിടണം. അപ്പം രാവിലെ തന്നെ പോയിരിക്കുകയായിരുന്നു നിതീഷ് ചേട്ടനും നിലീഷ് ചേട്ടനും. അവരെത്തിയിട്ടുണ്ട്.
ചിക്കൻ തല്ലൂട്ടം കുറച്ച് തന്നെ ആയിരുന്നു എനിക്ക് തലക്ക് പ്രാന്ത് വരുന്നു. അവർ പോയിട്ട് വന്നപ്പോഴാണെങ്കിൽ ഫുഡ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ പൊറോട്ടയും ചില്ലി ബീഫ് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്കും വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിരുന്നില്ല പിള്ളേർക്ക്. അപ്പോൾ ഈ ഒരു സമയം ആയപ്പോഴേക്കും നന്നായിട്ട് വിശന്നു തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ഞാൻ അധികം നിർബന്ധിക്കാൻ നിന്നില്ല, കാരണം വിശക്കട്ടെ, വിശന്നാലല്ലേ അറിയുള്ളൂ വിശപ്പിൻ്റെ വില. ഇങ്ങനത്തെ ഫുഡാകുമ്പോൾ ഒന്നും കൂടി എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിശന്നു തുടങ്ങിയിട്ട് ആ പാല് മാത്രമേ കുടിച്ചുള്ളൂ. അതിനിടയ്ക്ക് ഒരു കുഞ്ഞ് 2 പഴം തിന്നതായിരുന്നു. ബിയന്മാർക്ക് എപ്പോഴും നമ്മൾ കുത്തി എന്താ പറയുക വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു വിലയില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് ചില ദിവസങ്ങൾ എനിക്ക് ഇതേപോലെ ഭ്രാന്തിടിക്കാൻ വിചാരിക്കും വിശന്ന് വരട്ടെ, അങ്ങനെ തന്നെ വേണ്ടത്. അങ്ങനെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്കറിയാം എന്തോ പുതിയ ചിക്കനാണ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു ഫുഡാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് എൻ്റെ പിറകെ നടക്കണമെന്ന് തരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊന്നും ഇവർ നടക്കില്ല കേട്ടോ. ഇതൊക്കെ അപൂർവമായ കാഴ്ചകളാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാശി. അങ്ങനെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കാശുകൂട്ടനാണെങ്കിൽ അച്ചാച്ചൻ്റെക്ക് ഒരു പിടി കിട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്തായാലും ഇന്നത്തെ നൈറ്റ് ഫുഡ് എന്തായാലും കുശാൽ. ഉച്ചയ്ക്ക് മീൻ കൂട്ടാനും മറ്റേ കായൊക്കെ ആയിരുന്നു. എനിക്ക് മീൻ കൂട്ടാനും ഇഷ്ടമല്ല, കായ ഇഷ്ടമല്ല. വൈകുന്നേരത്തെ ഫുഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് കഴിച്ചു, എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പാത്രം കഴുകുന്ന തിരക്കിലാണ്. കുറച്ച് അധികം പാത്രങ്ങൾ ഉണ്ടാകും, കാരണം നമ്മൾ ഇത്ര പേരുള്ളതല്ല. ഞാനും അമ്മയും മഞ്ജു നിന്നിട്ട് അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന അല്ല, ഗ്യാസിൻ്റെ പ്രശ്നമായിരുന്നു. മഞ്ജു കുറച്ച് ചായ ഇട്ടെന്നു കേട്ടോ. അപ്പോൾ അവിടെ അല്ലൂസും കാശിക്കുട്ടനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് തലയുണ്ടാന്ന് വെച്ചിട്ട് അതിനെക്കുട്ടനെ ഇവിടെ കൂടി ഇരുത്തി. അപ്പം അങ്ങനെ നമ്മുടെ അടുക്കള പൂട്ടി ഗൈസ്. ഞങ്ങളുടെ മുകളിലേക്ക് പോവാണ്. പാറക്കുട്ടൻ നേരത്തെ എണീക്കണോണ്ട് തന്നെ അവനെ നേരത്തെ ഉറക്കണം. അപ്പം അങ്ങനെ ആദ്യം ഏത് റൂമാണോ വെളിച്ചം കാണുന്നത് ആ റൂമിലേക്ക് എല്ലാവരും പോകും കേട്ടോ. അപ്പം അഞ്ചു ആദ്യം റൂമിലെത്തിയിട്ടുണ്ട്. അവിടെ ലേറ്റ് ഇട്ടു. പല്ലു അതിന് കാശി പവറൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് റൂമിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ വരും. അങ്ങോട്ട് ഓടും, ഇങ്ങോട്ടോട്ടം അങ്ങോട്ടോട്ടം. ഇപ്പം താഴത്തുനിന്ന് അച്ഛനും അമ്മയും കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഒരുക്കാറുണ്ട്. എന്താ സൗണ്ട് കേൾക്കണേന്ന് അവർക്ക് മനസ്സിലാവില്ല. ഇവരിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ അവർക്ക് പേടിയാണ്. മോളിൽ നിർത്തി ചാടോ. കാശിക്കുട്ടനൊക്കെ ആണെങ്കിൽ ആ സ്റ്റെപ്പ് വന്ന് ഇനി എത്തി നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര കെയർഫുള്ളാണ്. ഇവരെ പിന്നാലെ നമ്മൾ ഓടണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കി എനിക്ക് റൂമിൽ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആക്കിയത് തന്നെ. അങ്ങനെ ഇവിടെ എത്തി കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ മടക്കി വെക്കട്ടെ. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണം. നമ്മൾ ഉച്ചരി പറഞ്ഞ പോലെ തന്നെ ഒരു ലോഡ് ഉണ്ട് മടക്കാനായിട്ട്. മടക്കിയത് താഴെ ഇരിക്കുന്നത് 2 ദിവസത്തെ കൂടിയും ഒരു അത്യാവശ്യമുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ അന്ന് മഴയൊക്കെ ഉണക്കാനിട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഓരോരുത്തർ റൂമിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. അതിന്റെ പെൻഡിങ് വർക്ക്സ് ആണിത്. എന്റെ പൈസ തന്നെ വീണ്ടും അവിടെ ഒരു അടിപൊട്ടിരിക്കുകയാണ് ഗൈസ്. വീണ്ടും തല്ലുടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപ എങ്ങാണ്ട് നികിച്ചേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ടേബിൾ വന്ന് എടുത്തിട്ട് അതിന് വേണ്ടിയുള്ള തല്ലൂട്ടാണ്. ഒന്നും പറയേണ്ടത്. കണ്ടില്ല, ഓടി വരുന്നുണ്ട് ഭ്രാന്തെടുത്തിട്ട്. ആദ്യം അത് അല്ലുവിൻ്റെ കയ്യിലായിരുന്നു, പിന്നെ അത് അതിന് വാങ്ങിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള തല്ലൂട്ടത്തിലാണ്. നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും പിള്ളേരാണ്, മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ അച്ഛനമ്മമാർക്ക് ഹൊറേബിളായിരിക്കും. കുറേ ഒരു ദിവസത്തിൽ ഒരുപാട് തവണയാവുമ്പോൾ. പക്ഷേ ഞങ്ങളതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഈ പറഞ്ഞ
വാട്ടറെ പോലെ മനസ്സിനെ ശാന്തമാക്കും കൂളാക്കും എല്ലാതും അതിൻ്റെ ഒരു ഭാഗമാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് എല്ലാ ട്വിൻസ് മദേഴ്സിനും ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ അച്ഛൻ അമ്മ ബന്ധുക്കൾക്കൊക്കെയും ഇതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ നല്ല മൂഡിൽ ഇലുമിനാട്ടും ബേബി സോങ് ഒക്കെ പാടിയിട്ട് ഞങ്ങൾ ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.